നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിബിൻ ബെഞ്ചമിൻ എന്ന പേര് മലയാളികൾക്ക് കൂടുതൽ സുപരിചിതമായി തുടങ്ങിയത് ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായി സിബിൻ എത്തിയതോടെയാണ്. സീസൺ 6 വന്ന 6 വൈൽഡ് കാർഡുകളിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്നതും സിബിനിലാണ്. പക്ഷേ മത്സരാർത്ഥി ജാസ്മിനുമായുള്ള വാക്കുതർക്കത്തെ തുടർന്ന് അശ്ലീല ചേഷ്ടകൾ കാണിച്ചതോടെ സിബിനെ ബിഗ് ബോസും മോഹൻലാലും വാൺ ചെയ്തു. ഇതോടെ മാനസികമായി തളർന്ന സിബിൻ പിന്നീട് ഷോ ക്വിറ്റ് ചെയ്തു. സീസൺ 6 വന്ന മത്സരാർത്ഥികളിൽ എന്റർടൈൻമെന്റ് എന്ന വാക്കിനോട് 100% നീതി പുലർത്തിയ ഒരാൾ സിബിൻ മാത്രമായിരുന്നു. പക്ഷെ ഹൗസിൽ 2 ആഴ്ച തികച്ചു നിൽക്കാതെ ക്വിറ്റ് ചെയ്തതിൽ തന്റെ ജീവിതകഥയൊന്നും സിബിൻ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ താൻ വളർന്നു വന്ന സാഹചര്യത്തെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചുമെല്ലാം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിബിൻ. വർഷങ്ങളായി താനും ഭാര്യയും പിരിഞ്ഞു താമസിക്കുകയാണെന്നും മകനെ കാണാൻ പോലും കഴിയാത്തതിൽ സങ്കടമുണ്ടെന്നുമാണ് സിബിൻ പറഞ്ഞത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞാൻ ജനിച്ചത് സാധാരണ കുടുംബത്തിലായിരുന്നു. എന്റേത് മത്സ്യത്തൊഴിലാളി ബാക്ക്ഗ്രൗണ്ടുള്ള കുടുംബമാണ്. പപ്പയുടെ ജോലി പോയപ്പോൾ കുടുംബം ഫിനാൻഷ്യലി തകർന്നു. വീട്ടിൽ കാശില്ലെന്നറിയാവുന്നതുകൊണ്ട് ഒന്നിനും ഞാൻ വാശി പിടിച്ചിരുന്നില്ല. ഡാൻസ് എനിക്ക് പാഷനാണ്. പണ്ട് മുതൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഒറ്റ സ്റ്റേജിൽ 15 ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. +1 എത്തിയപ്പോൾ ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു. അവിടെ നിന്നാണ് ലൈഫ് ചേഞ്ച് ആയത്. പിന്നെ ഒരുപാട് ഷോകൾ കിട്ടി. കയ്യിൽ കാശ് വന്നു തുടങ്ങി. കൊറിയോഗ്രാഫറായും പ്ലംബറായും കാറ്ററിംഗ് സർവീസിലും ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായും അസിസ്റ്റന്റുമായും എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. ലാൽ സാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പിന്നീടാണ് DJ ആയി പ്രവർത്തിച്ചു തുടങ്ങിയത്. ശേഷം ആര്യ വഴി സ്റ്റാർട്ട് മ്യൂസിക്കിലെത്തി. സിനിമകളും ചെയ്തു. ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുമുണ്ട്. അമല പോളിന്റെ ടീച്ചറായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്യാൻ ഉദ്ദേശമുണ്ട്. ഞാനും ഭാര്യയും സെപ്പറേറ്റഡ് ആണ്. ഡിവോഴ്സ് ആയിട്ടില്ല. ആര്യയുടെ സുഹൃത്താണ് എൻ്റെ ഭാര്യ. ഇരുവരും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. പല ഷോകളിലും ഒരുമിച്ച് ഞാനും ആര്യയും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ. എൻ്റെ കൊച്ചിൻ്റെ അമ്മയല്ലേ എൻ്റെ ഭാര്യ. അവൾ ആരോപണം ഉന്നയിച്ചാലും ഞാൻ ഒന്നും പറയില്ല. എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ്, അത് മാറില്ലല്ലോ. ഞാൻ പുള്ളിക്കാരിയെക്കുറിച്ച് ഒരു അക്ഷരം മോശമായി പറയില്ല. പുള്ളിക്കാരിയുടെ ആരോപണങ്ങൾ സ്വാഭാവികമല്ലേ. ലവ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഞങ്ങളുടേത്. പുള്ളിക്കാരിയുടെ കോളേജിൽ കൊറിയോഗ്രാഫ് ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരിയെ കണ്ടത്. പിന്നീട് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു. ഫ്രണ്ട്സ് ആവുകയായിരുന്നു. ഞാൻ മോശക്കാരനായതുകൊണ്ടാണ് ഞങ്ങൾ വേർപിരിഞ്ഞത്. പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് എന്നെ വേണ്ടെന്ന് വെച്ച് പോയി. മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം വരാറുണ്ട്. മോനെ കാണാൻ പറ്റാറില്ല. അത് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. മോന്റെ മുഴുവൻ കസ്റ്റഡിയൻഷിപ്പ് എനിക്ക് വേണ്ട. കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതിയായിരുന്നു എന്നാണ് സിബിൻ പറഞ്ഞത്. സിബിൻ ബിഗ് ബോസിൽ കയറിയ ശേഷം താരത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ എത്തിയിരുന്നു. തന്നോടും മോനോടും ചെയ്യാൻ പാടില്ലാത്തത് സിബിൻ ചെയ്തുവെന്നും താരത്തിന് ലിവിംഗ് റിലേഷൻ ഉണ്ടായിരുന്നുവെന്നുമാണ് ഭാര്യ പറഞ്ഞത്. ഡിവോഴ്സ് തരാതെ സിബിൻ ബുദ്ധിമുട്ടിക്കുകയാണെന്നും സിബിന്റെ ഭാര്യ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.